ഇഡി കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച CPM നേതാവ് VR അരവിന്ദാക്ഷന് തൃശ്ശൂരിൽ സ്വീകരണം നൽകുകയാണ്. തത്സമയ സംപ്രേഷണമാണ് കാണുന്നത്. ഇത് നിലവിൽ എൻ്റെ കേസ് നീതിപീഠത്തിൽ നിൽക്കുകയാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഇന്ന് എല്ലാ കാര്യങ്ങളും സുതാര്യമാണ്. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും നിങ്ങൾക്ക് കോപ്പി കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നത്. ടെക്നോളജി ഡെവലപ്പ് ചെയ്തല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാധ്യമധർമ്മം നന്നായി ചെയ്യുക. നിങ്ങൾക്കറിയാലോ, ആ വിധിനകത്ത് പറയുന്നുണ്ടല്ലോ അതൊക്കെ. ആ വിധിക്കകത്ത് ഹൈക്കോടതി പറയുന്നതല്ലേ, PR അരവിന്ദാക്ഷൻ പറയുന്നതല്ലോ. ഇത്രയും വലിയ നീതിപീഠമായിട്ടുള്ള ഹൈക്കോടതിയിൽ നിന്ന് വരുന്നൊരു ഉത്തരവിൻ്റെ ഭാഗമായിട്ടുള്ള സംഗതിയാണ്. അങ്ങനെയാണല്ലോ എനിക്ക് ജാമ്യം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ കോപ്പി തരാനുള്ള സംവിധാനം എതിർത്തുകൊണ്ട് സുപ്രീം കോടതിക്ക് പോകുന്ന ഒരു നീക്കം നടത്തുന്നുണ്ട്. അല്ല, ഇത് തുടക്കം തൊട്ടുള്ള സത്യാവസ്ഥമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നല്ലേ. ഞാൻ അഡ്വക്കേറ്റ് അല്ല, ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നിയമവശമായ കാര്യങ്ങൾ ഞാൻ ഈ നിലവിൽ നീതിപീഠത്തിനോട് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. അതായത് ഞങ്ങൾ നിയമപരമായും രാഷ്ട്രീയപരമായും ഇതിനെ നേരിടും. ജില്ലാ സെക്രട്ടറി അടക്കം പറഞ്ഞത് പാർട്ടി അപമാനിക്കാൻ വേണ്ടി നടത്തിയ ഒരു അറസ്റ്റാണ് ഇതെന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണല്ലേ? അല്ല, നിങ്ങൾക്ക് പറയാലോ, അത് ഇതുണ്ടായിട്ടുള്ള സത്യാവസ്ഥ നിങ്ങൾക്ക് അറിയുകയും ചെയ്യാലോ. ഒരു വർഷത്തോളം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. അതിനെക്കുറിച്ച് 15 മാസം തന്നെയുണ്ട് എന്തായാലും. അപ്പോൾ എന്തായാലും നിങ്ങൾ പറഞ്ഞാലും വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ശരി, ഓക്കെ. PR അരവിന്ദാക്ഷന് തൃശ്ശൂരിൽ സ്വീകരണം നൽകുകയായിരുന്നു CPIMൻ്റെ പ്രവർത്തകർ. ഇഡി കുടുക്കിയ കള്ളക്കേസിൽ പ്രതിയായാണ് അദ്ദേഹം ജയിലിൽ ഏതാണ്ട് 15 മാസക്കാലം ചെലവഴിക്കേണ്ടി വന്നത്. ഹൈക്കോടതി അദ്ദേഹത്തിന് ജാമ്യം നൽകിക്കൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ കേസിൽ ഇവർ കുറ്റവാളികളല്ല എന്നുള്ള ഒരു സൂചനയാണ് ഹൈക്കോടതി നൽകിയത്. ഒപ്പം ഈ കേസിൻ്റെ അന്വേഷണം അടുത്ത കാലത്തെങ്ങും പൂർത്തിയായി വിചാരണ ആരംഭിക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല എന്നും ഹൈക്കോടതി പറഞ്ഞു. രാഷ്ട്രീയ ശത്രുക്കളെ നേരിടാനുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികളെ നേരിടാനുള്ള ആയുധമായി EDയും അതുപോലെ തന്നെ CBIയും അടക്കമുള്ള സ്ഥാപനങ്ങൾ, കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ മാറി എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് PR അരവിന്ദാക്ഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ.